എങ്ങനെ പിടിച്ചേ ചാക്കരയാണ്. ചാക്കര സീനുകളുടെ വെറൈറ്റി ഓഫ് ചാക്കര. കോഴി കട്ട് ചെയ്യുന്നത്, കട്ട് ചെയ്യാൻ പോകുന്നത്, കറി വെച്ചത്, കറി വെമിക്കുന്നത് എല്ലാം ഉണ്ട് കേട്ടോ. പാമ്പിന്റെ ഭയം, പാമ്പിൽ നിന്ന് രക്ഷ നേടാനൊക്കെ ആയിട്ടുള്ള വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടെ വന്നിട്ട് കോഴി നേർച്ചയാണ് കേട്ടോ. കാട്ടുള്ളി എന്ന് പറഞ്ഞ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് ആ സ്ഥലത്ത് കയറിയതോ അല്ലേ? നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. ഇത് നമ്മൾ ചുമ്മാ കഴിക്കാനോ വെള്ളത്തില്. ഇവിടെ വെറൈറ്റി പേനകളാണ്, പെൻസില് പേനകളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ മുകളിലൊക്കെ നോക്കി കഴിഞ്ഞാല് ഫുള്ള് ഓരോന്ന് തൂക്കിയിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് വേണം കിടക്കാൻ. ഇത് കണ്ടു കഴിഞ്ഞാൽ പിള്ളേര് ഇവിടുന്ന് മാറൂല, അത്രയ്ക്കധികം ഉണ്ട്. ഇവിടെയാണ് എടപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിലെ ജംഗ്ഷൻ. ഇവിടെ ഫുൾ ക്രൗഡാണ് കേട്ടോ. ഇവിടുന്ന് നേരെ ഏകദേശം ഒരു 500 മീറ്റർ ഉള്ളൂ കേട്ടോ എടപ്പള്ളി ടോൾ ജംഗ്ഷൻ്റെ അവിടേക്ക്. ഈ റൂട്ട് എന്ന് പറയുന്നത് പാലാരിവട്ടം കല്ലൂർ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഈ സമയത്തെല്ലാം ഇവിടെ ഫുൾ ബ്ലോക്ക് ആയിരിക്കും. ഇവിടെയാണ് പള്ളിയുടെ ചാപ്പൽ വരുന്നത്. അപ്പോൾ ഇവിടെ മെഴുകുതിരി കത്തിക്കാനുള്ള ഇതുണ്ട് കേട്ടോ. നമുക്ക് മെഴുകുതിരിയൊക്കെ ഇവിടെ കത്തിക്കാം. ഇവിടെ കുറേ പേര് വിൽക്കാനൊക്കെ ഉണ്ടാവും മെഴുകുതിരി. അപ്പോൾ ഇവിടെ ഈ രണ്ട് സൈഡിലും കുറേയധികം കടകളുണ്ട്. പുണ്യാളൻ്റെ രൂപം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെന്ന് തൊട്ട് തൊഴാനായിട്ടാണ് ഇവർ ഈ വരിയിലെ ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ളത് വിശുദ്ധ ഗീവർഗീസ് പുണ്യാളനാണ് കേട്ടോ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളി, ക്രിസ്ത്യൻ ചർച്ചുകളിലൊന്നാണ് ഈ എടപ്പള്ളി പള്ളി. ഇവിടെ ഈ നടപ്പന്തൽ പോലെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മെയ് 3, 4 മെയിൻ പള്ളിപ്പെരുന്നാൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ചെണ്ടമേളവും ഡാൻസ് സെറ്റ് അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിൻ 2 പള്ളി കാണാം. ഈ വലിയ പള്ളിയാണ് ഇവിടുത്തെ പുതിയ പള്ളി. ഇതാണ് പഴയ പള്ളി കേട്ടോ. ഇവിടെ ഈ പുണ്യാളൻ്റെ രൂപം ഇവിടെ നിന്ന് കാണാം കേട്ടോ. ക്രിസ്തുവിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധനാണ് ഗീവർഗീസ് പുണ്യാളൻ. എന്ത് കാര്യത്തിനും സഹായം ചോദിച്ചാലും ഉറപ്പായിട്ടും ഈ പുണ്യാളൻ നടത്തിത്തരും. AD 591 ഈ ഒരു പള്ളി സ്ഥാപിതമായത്. ഏകദേശം 1400 വർഷത്തോളം പഴക്കമുണ്ട്. ജാതിഭേദമന്യേ എല്ലാ മതസ്ഥർക്കും വരാൻ സാധിക്കുന്ന പ്രധാന തീർത്ഥാടന കേന്ദ്രമാണിത്. കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സീറോ മലബാർ കത്തോലിക് ചർച്ചാണ്. വിഷഭയത്തിൽ നിന്ന് മോചനം നേടാനും പാമ്പുകടി ഏൽക്കാതിരിക്കാനും പാമ്പുകളിൽ നിന്നുള്ള ശല്യം ഉണ്ടാവാതിരിക്കാനും ഒക്കെ ആയിട്ട് വിശ്വാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാളിനോടനുബന്ധിച്ചുള്ള വിശുദ്ധ കുർബാന ഇന്നും ഇവിടെ ഉണ്ടാവും. പിന്നെ ഈ സമയങ്ങളിലാണ് ഗീവർഗീസ് പുണ്യാളന്റെ തിരുസ്വരൂപം അൾത്താരയിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്കത് അടുത്ത് ചെന്നിട്ട് തൊട്ട് തൊഴുകയൊക്കെ ചെയ്യാം. വന്നു കഴിഞ്ഞാൽ 2 പള്ളികൾ കാണാം. നേരെ വന്നാൽ ആദ്യം കാണുന്ന വലിയ പള്ളിയാണ് പുതിയതായിട്ട് പണി കഴിപ്പിച്ചത്. ഇത് റീസെന്റ് 2001 ഈ ഒരു പള്ളി പണി കഴിപ്പിച്ചത്. വശത്തായി കാണുന്ന ചെറിയ പള്ളിയാണ് പഴയ പള്ളി. ഇവിടെ പഴയ പള്ളിയോട് ചേർന്നിട്ട് ഒരിക്കലും പറ്റാത്തൊരു ഔഷധ കിണറുണ്ട്. ഇതിൽ വെള്ളം കുടിക്കുന്നത് രോഗശാന്തിക്ക് നല്ലതെന്നാണ് വിശ്വസിക്കുന്നത്. മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ മണ്ണാണ്. ഇവിടെ ഒരു ഇതിൽ ഈ പള്ളിയിലത്തെ മണ്ണ് ഇവിടെ വെച്ചിട്ടുണ്ടാവും. ഈ മണ്ണ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ വെച്ചാൽ പാമ്പൊന്നും വരാതിരിക്കാനായിട്ട് അങ്ങനെ ഒരു വിശ്വാസമാണ് കേട്ടോ ഈ ഒരു മണ്ണ് ഇവിടെ വയ്ക്കുന്നത്. നമുക്ക് ഇതെടുത്ത് കൊണ്ടുപോകാം. ഇതിൻ്റെ ഉള്ളിലാണ് പുണ്യാളൻ്റെ രൂപം വെക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലല്ല കാണുന്നത്. ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ടുള്ള രൂപം ഇവിടെ ആട്ടോ വയ്ക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ജനലിൻ്റെ അപ്പുറത്ത് ഇവിടെ വന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പള്ളിയിലെ പ്രധാന ഒരു നേർച്ചയാണ് കോഴി നേർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കോഴിക്കറി വെക്കാനുള്ള കോഴി ലേലം ചെയ്യുന്ന ഒരു ഏരിയ ഇവിടെയാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് കോഴി ലേലം ചെയ്തിട്ട്
നല്ലൊരു എമൗണ്ടിനൊക്കെയാണ് ആളുകൾ കോഴി വാങ്ങിക്കുക. പള്ളിയിലേക്കായിട്ട് ആളുകൾ കോഴി നേർച്ചയായിട്ട് കൊടുക്കും. ആ കിട്ടുന്ന കോഴികളെല്ലാം ഈ ഒരു കൂട്ടിൽ ഇവിടെയാണ് ഇടുന്നത്. ഇവിടെ ഒരുപാട് സ്റ്റോളുകളുണ്ട്, കുറേയധികം സ്റ്റോളുകളുണ്ട്. ഇവിടെ ഈ ഒരു സ്റ്റോളിൽ ഇതിൻ്റെ വചന ബുക്കുകളും ഇങ്ങനെയുള്ള കുറേ ബുക്കുകളൊക്കെ ഉണ്ട്. അതുപോലെ വചനപ്പെട്ടിക്ക് ഉണ്ട്, കുറേയധികം ലോക്കറ്റ് കാര്യങ്ങൾ, കീ ചെയിൻസ് ഒരുപാടുണ്ട്. ഇവിടെ ബ്രേസ്ലെറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പുതിയ പള്ളിയുടെ ഇവിടേക്ക് കയറാനായിട്ട് ഇതുപോലെ സ്ലൈഡായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കൂടെ കയറിയിട്ട് വേണം, രണ്ട് സൈഡിലും ഉണ്ട്. പിന്നെ ഈ പള്ളിയുടെ നടുവിലായിട്ട് സെമിത്തേരി ആട്ടോ വരുന്നത് ഇവിടെ. പിന്നെ ഇവിടെ പള്ളി പെരുന്നാളായാലും ന്യൂ ഇയർ ആയാലും ക്രിസ്മസ് ആയാലും എല്ലാം ഇവിടെ ഫുള്ള് ലൈറ്റ് അലങ്കരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ ഒന്നും അലൗഡല്ല കേട്ടോ. ഇവിടുത്തെ ഇത് കണ്ടോ, കുത്തുപണികൾ വലിയൊരു ആർച്ച് പോലെ ഇവിടെ ചെയ്ത് വെച്ചേക്കണം. ഇതിൻ്റെ ഏറ്റവും മുകളിൽ മണി കാണാം കേട്ടോ, ചെറുതായിട്ട് കാണുള്ളൂ. ഇതാണ് പള്ളിയിലെ രണ്ട് സൈഡിലും ഇതുപോലെ അത്യാവശ്യം വലിയ മണി തന്നെ കേട്ടോ. പള്ളിയുടെ താഴെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ചെറിയ സ്റ്റോൾ ഉണ്ട് കേട്ടോ. ഫോട്ടോസ്, സ്റ്റാച്യൂസ് അതൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. ഇവിടെ കാണിച്ചെങ്കിൽ ഇതൊക്കെ കയറി വാങ്ങാം.
സ്കോഷാണോ? എല്ലാം സ്കോഷ്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 സ്പൂൺ വെച്ചാൽ പഞ്ചസാര നാരങ്ങ കാണിച്ചിട്ട് ഇവരുടെയാണ്. ഏതൊക്കെയുള്ളത് ഫ്ലേവർ? ഫ്ലേവേഴ്സ് ഏതൊക്കെയുള്ളത്? മുന്തിരി. ആ മുന്തിരിയാണല്ലേ. ജിഞ്ചർ, പാഷൻ ഫ്രൂട്ട് ഉണ്ട്, മിന്റ് ഉണ്ട്, അങ്ങനെ കുറെ അത്യാവശ്യം. ഗ്രീൻ മാംഗോ കുറെ ഉണ്ടല്ലേ. പൈനാപ്പിള്, കാന്താരി നെല്ലിക്ക, ഉപ്പ്, മിന്റ്, പച്ചമാങ്ങ, വെള്ളത്തിന്റെ അച്ചാറുകൾ കുറേ ഉണ്ടല്ലോ. ഇവിടെ ഈ ഒരു സ്റ്റോളിൽ ഔഷധപരമായിട്ടുള്ള പുൽത്തൈലം, തുളസി തൈലം, കാട്ടുള്ളി തൈലം, അങ്ങനെയുള്ള കുറെ ഔഷധപരമായിട്ടുള്ള സംഗതികൾ കൂടുതലുള്ളല്ലേ. തുളസി അല്ലേ. ആ ഇത് ജലദോഷം, കഫക്കെട്ട് അതിനൊക്കെ പല്ലെടുത്ത് കഴിഞ്ഞാല് പെട്ടെന്ന് മാറുന്ന പറയുന്നത്. മാറും. 100 രൂപയല്ലോ ഒരെണ്ണത്തിന്. നെല്ലിക്ക കാന്താരി അല്ലേ? കാന്താരി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും നെല്ലിക്കാന്താരി എരിവുണ്ടാകും, പക്ഷേ എരിവില്ല. വൈറ്റമിൻ സി ആണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ? ആണോ? നല്ല ടേസ്റ്റ്. ഇത് നമ്മൾ ചുമ്മാ കഴിക്കാനോ അതോ വെള്ളത്തിൽ? തൈരിലെ മോരിപ്പള്ളത്തിലെ കഴിക്കാം. ഇത് വേറെ കയ്യിൽ നിന്ന് മേടിച്ചു. അതേതാ? ഇത് നമ്മുടെ കാട്ടുള്ളി എന്ന് പറയും. ഏത് പഴയ കപ്പത്തോട്ട് ഒറ്റ വിളി അതാണ് കാട്ടുള്ളി എന്ന് പറഞ്ഞ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് ആ സ്ഥലത്ത് കയറിയല്ലോ അല്ലേ? അടിപൊളി. എനിക്ക് എന്നെ അവർക്കും കൂടി ഒന്ന് പരിചയം കൊടുക്കണേ. കമ്മലുകളൊക്കെ വെറൈറ്റി കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയേ. അയ്യോടാ, പക്ഷെ നല്ല റേറ്റ് ഉണ്ടാവും. ഇതുപോലെ ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 40 രൂപയുള്ളൂ അല്ലേ? ഇതിന് 40 രൂപയുള്ളൂ കേട്ടോ. കുഴപ്പമില്ല, കുറച്ച് കാലൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ ഒരു കടയിൽ അതേ കിച്ചൺ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. പാത്രങ്ങൾ, സാധനം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, സ്പൂണുകൾ. ഇവിടെ വെറൈറ്റി പേനകളാണ്. പെൻസില് പേനകളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ജിറാഫിൻ്റെ പേന, ജിറാഫ് എന്താ, തോക്ക്, AK-47 പേന, ഇതൊക്കെ എന്താ, കുതിര, പാരറ്റ്, ഇതൊക്കെയുണ്ട് കുറേ വെറൈറ്റി. മൂങ്ങേൻ്റെ ഒക്കെ കട്ടർ കേട്ടോ. ഇത് റബ്ബറാണ്, കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഇത് റബ്ബറാണ്. ഇതെല്ലാം റബ്ബറുകളാണ്, വെറൈറ്റി റബ്ബറുകളാണ്. ലൈറ്റ് ഉണ്ട്, കൊള്ളാം. ഇതായത് ബൗൺസിങ് ബോളാട്ടോ. ഇത് എറിഞ്ഞ് ഇങ്ങനെ വിളിക്കുന്ന ടൈപ്പ് ബോളാണ്. അതുപോലെ ഇത് കാറിൻ്റെ പേനയാണോ അത്? ചെറിയ നോട്ടാട് ലൈക്ക് അങ്ങനെ കുറേ പെൻസ് ഉണ്ട്. വാച്ച് ഉണ്ട്, സ്പിന്നിങ് വാച്ച് ഉണ്ട്. ഇവിടെ മുകളിലൊക്കെ നോക്കി കഴിഞ്ഞാല് ഫുള്ള് ഓരോന്ന് തൂക്കിയിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് വേണം കിടക്കാൻ. ഓൾമോസ്റ്റ് എല്ലാതരം ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഫുഡ് ഐറ്റംസ് തുടങ്ങി കിച്ചൺ വെയർ, മറ്റ് സ്റ്റേഷനറി ഐറ്റംസ് ഇതൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിയാൽ ഫുള്ള് കത്തികൾ, വെറൈറ്റി കത്തികൾ. കിച്ചൺ ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് തോന്നുന്നു.
കളിപ്പാട്ടങ്ങൾ ഒരുപാട് കേട്ടോ. അയ്യോ ഇവിടെയൊക്കെ പിള്ളേരൊക്കെ കൊടുന്നു കഴിഞ്ഞാൽ പൈസ പോണ വഴിയറിയില്ല, അതൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ ഇവിടുന്ന് മാറൂല, അത്രയ്ക്കധികം ഉണ്ട്. നല്ല വെറൈറ്റി ഓഫ് കാറുകൾ ഒരുപാടുണ്ട്. മുകളിലേക്ക് നോക്കിയ ജീപ്പുകളുടെ തിരമാലയാണ്. ഫുൾ ജീപ്പ് ഒക്കെയാണ് മുകളിലുള്ളത്. എന്ത് പൊക്കെയോ അടിപൊളി ഒക്കെ വെറൈറ്റി ആട്ടാ തോക്കുകള്. റെസ്പെക്ട് ചെയ്യാത്ത തരം വെറൈറ്റി തോക്കുകളൊക്കെയാണ് ഇതിലുള്ളത്. പാമ്പിനെ വേണമെങ്കിൽ ഫുള്ള് കുപ്പിവളയാണോ? ഈ ഒരു സൈഡിലുള്ള കടകളൊക്കെ നമ്മൾ നടന്ന് കണ്ട്. ഇനി ഇവിടെ കേട്ടാ ഇതിൻ്റെ അപ്പുറത്തും ഇതേപോലെ തന്നെ കുറേ അധികം കടകളും കാര്യങ്ങളൊക്കെ. ഇപ്പോഴും ആളുകൾ ക്യൂ നിൽക്കുകയാണ് പുണ്യാളൻ്റെ ആ ഒരു രൂപത്ത് വന്നിട്ട് തൊഴുത് പോകാനായിട്ട്. ഇപ്പുറ സൈഡ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കടകൾ കുറേ ഉണ്ട്. ഇവിടെ ചട്ടികളൊക്കെ ഉണ്ട് കേട്ടാ. ഇവിടെ മുകളിലൊക്കെ തൂക്കിട്ടുണ്ട്. ദൈവമേ, മുറുക്ക് പൊരി മുക്കരി ഇവിടെ ഫുള്ള് തൂക്കിട്ടേക്കാണ് കേട്ടോ. ഇതൊന്നും വിൽക്കൂല, ഒരു ഡേറ്റ് കഴിയില്ല, എക്സ്പയർഡ് ആവും. ഒരുപാടുണ്ട്. പാകത്തിൽ ചേർത്തുണ്ടാക്കിയ രുചികരമായ കരിമ്പിൻ പാനീയം കുടിക്കുവാൻ നിങ്ങളേവരെയും സ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളുന്നു. വരും, ആസ്വദിച്ചു കുടിക്കും രുചികരമായ. കോഴിക്കോടൻ ഹൽവ, വെറൈറ്റി ഓഫ് ഹൽവാസ് ഉണ്ട്. പോപ്കോണൊക്കെ കിട്ടും. ചെടികളുടെ വരെ ചെറിയൊരു ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് ബജ്ജികൾ വീടുകളൊക്കെയാണ്. ആഹാ, സ്പൈഡർമാൻ. അരിയിലുണ്ടാക്കുന്ന മുറുക്ക, കപ്പയിലുണ്ടാക്കുന്ന മുറുക്കല്ലേ? ആ, എന്താ റേറ്റ് വരുന്നത്? റേറ്റ് എന്താ? 40 ഇത് 50? ഇത് 40 50 അല്ലേ? ശരി. സ്റ്റോളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ കോഴി നേർച്ചയുണ്ട്. കോഴിക്കറി വെക്കുന്ന നേർച്ച നടത്തുന്നത് ഇവിടെ അടുത്തൊരു ഗ്രൗണ്ടിലാണ്, തൊട്ടപ്പുറത്ത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കോഴിക്കറി വെക്കുന്നതാണ്. ആളുകൾ ഒരുപാട് പേര് വന്നിട്ട് കോഴി കറി വെക്കുന്നുണ്ടാവും. ഈ ഒരു സമയം 9:30 ഇപ്പോൾ ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഗ്രൗണ്ട് ഫുൾ ആളുകളാട്ടോ. ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലമല്ല, അത്രയ്ക്കധികം ആളുകൾ ഇരുന്നത് കറി വയ്ക്കാനും അത് കഴിക്കുക, അതൊക്കെയാണ് ഇവിടുത്തെ നേർച്ചപരമായിട്ടുള്ള നടക്കുന്നത്. ഇങ്ങോട്ടേക്ക് എങ്ങനെ കടക്കുന്ന അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഈ വഴിയാണ് കടന്നിരുന്നത്. ഈ ഒരു ഗേറ്റ് ഓപ്പൺ ആയിരുന്നു, ഇപ്പോൾ അത് ലോക്കഡാണ്. ഇവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് കടക്കാനുള്ള വഴി കേട്ടോ. ഇവിടെ കണ്ടമാനം ജനങ്ങളാട്ടാ, നിന്നത് സ്ഥലമല്ല ഇവിടെ. നമ്മളൊരു മുന്നേ വന്ന് നോക്കിയപ്പോഴും അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഈ ഒരു സമയം 9:30 ആയിട്ട് ഇവിടെ നിറയെ ആൾക്കാരാണ്. ഇപ്പൊ ഇവിടെ എന്താ കാണുന്നത്? കോഴീനെ പിടിച്ച് നോക്കിയ ചാക്കര, സീനുകളുടെ വെറൈറ്റി ഓഫ് ചാക്കര. കോഴി കട്ട് ചെയ്യുന്നത്, കട്ട് ചെയ്യാൻ പോകുന്നത്, കറി വെച്ചത്, കറി വെപ്പിക്കുന്നത് എല്ലാം ഉണ്ട് കേട്ടോ.
നടക്കടാ കണ്ടെന്നിട്ടേ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി ഒരുപാടുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട്. ചിലർ വെക്കണുള്ളൂ, ചിലർ വെച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോണ്ടൊക്കെ ഇരിക്കണം കേട്ടോ. അവിടെ കോഴീനെ ചൂടുവെള്ളത്തിലിട്ട് തൂങ്ങ നോക്കി. പൈപ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഇത് കട്ട് ചെയ്തിട്ടൊക്കെ കഴുകുന്നത്. ഇവിടെ കേട്ടോ പൈപ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം പിന്നെ വിറകൊക്കെ നമ്മൾ കൊണ്ടുവരണം. 10 മണി 11 മണി വരെ ഉള്ളൂ ഈ സമയം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്യും. ഈ കോഴി നേർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ പാമ്പിൽ നിന്നുള്ള രക്ഷ നേടാനായിട്ടുള്ള, പാമ്പിൻ്റെ ഭയം, പാമ്പിൽ നിന്ന് രക്ഷ നേടാനൊക്കെ ആയിട്ടുള്ള വേണ്ടിയിട്ടാണ് ഈ ആളുകൾ ഇവിടെ വന്നിട്ട് കോഴി നേർച്ച ചെയ്യണം കേട്ടോ. ഒരുപാട് ആളുകളാണ് ഇത് വന്ന് കാണേണ്ട കാഴ്ചയാണ്. കുറേ ഉണ്ട്. ഒത്തിരിയധികം ആളുകൾ ഈ പല സ്ഥലത്തു നിന്നും വന്ന് വിറകൊക്കെ ആയിട്ട് വരുന്നത്. വേണമെങ്കിൽ വിറക് നമുക്ക് ഇവിടെ തന്നെ കടകൾ വിറക് ഇവിടെ വിൽക്കാനും കൊടുക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിടെ അടുത്ത കടകളിൽ. അങ്ങനെ വെച്ചെങ്കിൽ അത് മേടിക്കാം. പിന്നെ ഗ്യാസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ വന്ന് കൊണ്ട് കത്തിക്കാൻ പാടില്ല. ഓൺലി വിറക് വെച്ചിട്ട് ഈ അടുപ്പ് കത്തിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇവിടെ വന്നിട്ട് കോഴി കട്ട് ചെയ്യാൻ മടിയുള്ളവർക്ക് ഇവിടെ വന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. വിറക് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ വിറക് ഇവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ വിറക് വാങ്ങിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. ബ്രെഡും കാര്യങ്ങളൊക്കെ വെള്ളമൊക്കെ ഉണ്ട്, ബ്രെഡൊക്കെ ഉണ്ട്. ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ തന്നെ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാം. അപ്പം അങ്ങനെ കോഴിക്കറി വെക്കുന്ന ഗ്രൗണ്ടിലൊക്കെ കണ്ടല്ലോ, അത് ഗംഭീര പരിപാടിയാണ് അവിടെ നടക്കുന്നത്. നമ്മളിനി തിരിച്ചു പോകണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എടപ്പള്ളി പള്ളിപ്പെരുന്നാളിൻ്റെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് വരുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോൾ സമയം 10:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ എന്നാലും നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ വ്ളോഗിൽ കാണാം.